ഹായ് കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കടയിലേക്കൊന്നും പോകണ്ട, നേരത്തെ എണീച്ച് രാവിലെ പണികളൊന്നും നോക്കണ്ട. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി ഉണ്ട്. ഒരു 6:30-ക്കാണ് എല്ലാവരും എണീച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പണികളൊക്കെ കഴിഞ്ഞു, അതൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 10:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ 10:30 നേരത്ത് ബിജേട്ടൻ ഒരു ചക്ക ഇന്നലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കൂടെ അമ്മയുണ്ട്. അപ്പം ഇന്ന് വെയിലൊക്കെ തെറിക്കുന്നുണ്ട്. അധികം മഴക്കാറൊന്നും കാണാനില്ല, കുറച്ച് വെയിലിൻ്റെ ഒരു ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ അലക്കാനൊക്കെ സുഖമാണ്. പിന്നെ പുഴയിലേക്കൊന്നും പിന്നെ പോയിട്ടില്ല. വെള്ളം കുറച്ചൊക്കെ കമ്മിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ പുഴയൊക്കെ കാണിച്ചു തരാം ഒന്നും കൂടി. 2 ദിവസം നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയൊന്നും കാണാനില്ല. ഒക്കെ അങ്ങനെ ഞങ്ങളിതാ ചക്ക വെട്ടുകയാണ്. നമ്മുടെ കൈ പോവുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ അമ്മ ആഞ്ഞ് വെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അമ്മ അതാ പേടിച്ച് ഓടണു. അങ്ങനെ ചക്ക 2 കഷ്ണമായി. ഇനി അതിലത്തെ വലിയ മുറി പഴുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിലത്തെ ചെറിയൊരു മുറി ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന്ന് കുറച്ചെടുത്തിട്ട് വറുക്കാനും എടുക്കുക. ചുള കുറച്ച് കനം കൂടിയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി വറുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും വറുത്ത് നോക്കണത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ കാണിച്ചു തരാം. ഇന്നല്ല കേട്ടോ, പിന്നെ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ മുളഞ്ഞൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഉപ്പേരിയാണ് വെക്കുന്നത്. നാളികേരം അരച്ചിട്ട് ഒരു വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉപ്പേരി പോലെ വെക്കുക. പിന്നെ സാമ്പാറാണ് വെച്ചത്, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെന്താന്ന് രണ്ടാമതുണ്ടായിരുന്നു മുളക് വറുത്തത്, ചക്ക ഉപ്പേരി ഇതന്നെയാണ്. ഇന്ന് ചിക്കനോ മട്ടണോ ഒന്നുമില്ല, ബീഫോ ഒന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് അതൊന്നും വാങ്ങില്ല. ഇപ്പോൾ എല്ലാ പണിയും ഒരുങ്ങിയിട്ട് ചക്ക നന്നാക്കാനൊക്കെ ഒരു സമാധാനത്തോടു കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയ, അല്ലെങ്കിൽ ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവസാന വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്താലും മതി, അതും കുഴപ്പമില്ല. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാരൊക്കെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, വീഡിയോ കാണാറുണ്ടെന്നൊക്കെ. പിന്നെ നമ്മുടെ രാജേശ്വരി ചേച്ചി, അതേപോലെ പിന്നെ സുലി ചേച്ചി, പിന്നെ കുറച്ച് പേരുടെ പേരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പേര് ഞാൻ എടുത്ത് പറയണില്ല. ഇനി ഞാൻ ഇതേപോലെ പേരുകളൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട്, ആ പേരൊക്കെ ഒന്ന് വായിക്കാം. അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ഇന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പേരൊന്നും വായിക്കുന്നില്ല. പേരിപ്പോൾ കമൻറ്റ് ചെയ്തത് ഞാൻ എല്ലാതും ഒരുപാട് വട്ടം വായിക്കണമുണ്ട്, അതിനുള്ള റിപ്ലൈ അങ്ങോട്ട് കൊടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ആരും കമൻറ്റ് ചെയ്തിട്ട് നോക്കില്ല എന്നും പറയണ്ട. കമൻറ്റ് ഞാൻ മാത്രമല്ലല്ലോ നോക്കുന്നത്, എല്ലാവരും നോക്കണമുണ്ട്. എന്തൊക്കെ എഴുതി, അല്ലെങ്കിൽ അതിലെന്താ റിപ്ലൈ കൊടുത്ത്, ആരാന്നൊക്കെ എല്ലാവരും നോക്കണമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനിടയിൽ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിക്കുകയാണ്. ചക്ക നന്നാക്കാനുള്ള മുന്നേ പാലൊക്കെ ഒഴിച്ചിട്ട് ഞാനും അമ്മയും കൂടി ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ബിജേട്ടൻ ഇവിടെ ചേച്ചിയുടെ മകളുടെ വീടിന് കുറ്റിയടിക്കലാണ്, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. പിന്നെ മോൻ അന്ന് ബാംഗ്ലൂർ പോയി പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അവിടെ പണിയൊന്നും ശരിയായിട്ടില്ല. പിന്നെ അച്ഛനത് ആടിനെ കൊണ്ടും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചുള പറക്കലൊക്കെ കഴിഞ്ഞു. ചുള പറക്കൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ആടുകൾ തിന്നില്ല. ഇനി ആടുകൾക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഇന്ന് പൊരിഞ്ഞ ചീത്ത ഉറപ്പ്. അതുകൊണ്ട് അതിന് വേണ്ടി നിൽക്കണില്ല, നേരെ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെന്താ വേറെ വിശേഷം എന്ന് പറയാൻ, ഇതിൽ പ്രത്യേകിച്ച് ഇപ്പം ഒന്ന് 16 മിനിറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ. അതെന്തായാലും അവസാനം വരെ എന്താ നിങ്ങൾ കണ്ടു നോക്കട്ടോ, അപ്പം അറിയാം. പിന്നെ ഓരോരുത്തർ അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മ ഞാനും ഒരേ മുഖച്ചായുണ്ട്, ചിലപ്പോൾ ചേച്ചി ഇത് പറയാറുണ്ട് എൻ്റെ മുഖച്ചായുണ്ട്, അതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് കുറേ എഴുതി കൂട്ടാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ അങ്ങനെ ലവിൻ്റെ ചിഹ്നമോ അല്ല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യലു കേട്ടോ. കാരണം അങ്ങനെ എന്താ അക്ഷരങ്ങൾ തെറ്റിയാലൊക്കെ വിചാരിച്ചിട്ടേ കുറേ ഇങ്ങനെ എഴുതാറില്ല. ചിലവരൊക്കെ സഹജയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ എഴുതാറുണ്ട്. നമ്മുടെ ഇക്കൂസൊക്കെ എഴുതുന്ന പോലെ തന്നെ സഹജ, പിന്നെ നമ്മുടെ ഉഷ കുക്കിങ്, അവരൊക്കെ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ ഉഷ കുക്കിങ് അവർ എപ്പോഴും എൻ്റെ വീഡിയോ കാണാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണണം. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ആ വീഡിയോ പാചകം ചെയ്യണതൊക്കെ, അതും കൂടി ഒന്ന് കാണാം. അങ്ങനെ ചക്ക ചുള പറിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി അത് അരിയണം ചെറുതാക്കിയിട്ട്. പിന്നെ അമ്മ വറുത്തത് കഴിച്ചിട്ടില്ല പറയുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അന്ന് കുറച്ചെടുത്തിട്ട് വറുക്കാൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മായിമാരുടെ വീഡിയോ ഒക്കെയാണ് എടുത്തത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായോ. 3 അമ്മായിമാരാണത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണു. ചിലവരൊക്കെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു അമ്മായിമാർ നിൽക്കട്ടെ. യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ നമ്മൾ കമൻറ്റ് ചെയ്യണത്, നമ്മൾ വാട്സപ്പിലൂടെ അങ്ങനെ അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഞാനൂടിയും കോലായത്തിരുന്നിട്ടാണ് ഇവിടെ സൗണ്ട് കൊടുക്കുന്നത്. സോറി. അങ്ങനെ അമ്മ കാലൊക്കെ നീട്ടി ഇങ്ങനെ ചക്ക നന്നാക്കുകയാണ്. പിന്നെ കുറേ തുണികൾ വെട്ടാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്, യൂണിഫോം. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം. അങ്ങനെ കുറച്ച് പണി കൂടി ഉണ്ട്. എന്തായാലും ചക്ക നന്നാക്കൽ കഴിയട്ടെ, എന്നിട്ട് അടുത്ത പണികൾ നോക്കാം. പക്ഷെ ഇന്ന് ചിക്കനൊന്നും ഇല്ലാത്ത കാരണം ഒരു സുഖമില്ല. മീൻകാരനും വന്നില്ല. 2 കിലോനായാലും ആഴ്ചയിൽ ഇത്രയും ബുദ്ധിമുട്ട് വിജയേട്ടൻ പണിയൊക്കെ എടുക്കണതല്ല. അപ്പോൾ ആഴ്ചയിൽ എന്തായാലും കുറച്ച് വാങ്ങാറുണ്ട്. പക്ഷെ ഇന്നൊരു സുഖമില്ല. ചക്ക കൂട്ടാൻ വെച്ചാലും സാമ്പാർ വെച്ചാലും എന്തായാലും ഒരു സുഖമില്ല. സാരില്ല, അടുത്ത ആഴ്ച നമുക്ക് വാങ്ങാമല്ലോ. ഇനിയിപ്പോൾ ഓണമൊക്കെ ആവാറായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാനോ പറ്റുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും പോണോടത്ത് വരെ പോട്ടെ. പിന്നെ ഞാൻ നൈറ്റി എടുക്കാൻ തൃശ്ശൂർക്ക് പോവും, എറണാകുളത്തേക്ക് പോവും, ഹോൾസെയിൽ കട. അപ്പോൾ നല്ല ഹോൾസെയിൽ കടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. കാരണം ഞങ്ങളിവിടെ പാലക്കാടാണല്ലോ. പാലക്കാട് പറയാൻ പറ്റില്ല, ഷൊർണൂരാണ് ഞങ്ങളുടെ അടുത്ത. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പെട്ടല്ലോ. പിന്നെ നല്ല നൈറ്റികളും അതേപോലെ ടോപ്പുകൾ, സാരികൾ. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നല്ല ഹോൾസെയിൽ കട ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ആട് അകത്തേക്ക് വരുമായിരുന്നു കേട്ടോ. അകത്തേക്ക് ആട്ടിയിട്ടും പോകണില്ല. ആടിൻ്റെ അങ്ങനെ കുത്താൻ വരുന്നേ. എത്ര ആട്ടിയിട്ട് ആടിൻ്റെ പിന്നാലിനെ അങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് വരിക. ആ ചക്ക അവിടെ ഇരിക്കണ്ടല്ലോ, അമ്മ ഞാനൂടി ചക്ക നന്നാക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആടിൻ്റെ വഴിക്കും പോയി. ഞങ്ങൾ പിന്നെ അപ്പം തന്നെ വെച്ചില്ല. പിന്നെ ഒരു 2:30-3 മണിക്കാണ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ വിശ്രമിച്ച് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു 4 മണി നേരത്താണ് ചായക്ക് എന്തായാലും ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നന്നാക്കി എടുക്കുമ്പോൾ കുറച്ച് നേരം പിടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തുള്ള അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വരും വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഫോൺ ഓഫാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു.
ആ പേര് പറയാത്ത ആൾക്കാരൊന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും ഈ യൂട്യൂബ് എൻ്റെ ചാനൽ കാണുന്ന വാണിയംകുളത്തെ എല്ലാവരും, പിന്നെ പുറമത്തെ പേരറിയില്ല, ആൾക്കാരൊന്നും അറിയില്ല, എന്നാലും അവർക്കൊക്കെ എന്താ ഇപ്പോൾ ഒരു 1000 പേര് കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അവർ നമ്മൾ കാണുന്നുമില്ല കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് 1400 കടന്നിട്ടുണ്ട് കേട്ടോ. 1500 കടന്നിട്ട് അല്ല 1500 1150 ആയിട്ടോ. എന്തായാലും ഒരാഴ്ചയുടെ 150 സബ്സ്ക്രൈബ് കൂടിയല്ലോ. അപ്പോൾ അവർക്ക് വീഡിയോ ഇഷ്ടമായ കാരണമാണ് ഈ ഒരാഴ്ചയുടെ 150 പേര് കൂടിയത്. അതൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് ഇപ്പോൾ എന്തേലും ആയിട്ട് ഞാൻ ദിവസം വീഡിയോ ഇടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്താ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാറ്. ഇപ്പോൾ ദിവസം എങ്ങനെയും എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, രാവിലത്തെ പണികളും വൈകുന്നേരത്തതും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇതൊക്കെ നടന്നു പോകണമെന്ന്. കാരണം വീട്ടിൽ വിജയേട്ടനും മോനോ അല്ലെങ്കിൽ അവർ എല്ലാവരുടെയും അധികം ഇതില്ലാതെ തന്നെ ഞാൻ ഇങ്ങനെ എടുക്കരുത്. മറ്റേത് അവരുടെ സമ്മതം ഉണ്ട്, അല്ലെങ്കിൽ അവരും കൂടി എന്നെ ഇതാക്കുക വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊന്നും എൻ്റെ പിന്നാലെ അങ്ങനെ ഇത് പിടിച്ചിട്ടൊന്നും നടക്കില്ല, ഫോണും പിടിച്ചിട്ടൊന്നും. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ്. അമ്മയ്ക്കാണ് ഇപ്പോൾ ഇതിലേറെ താല്പര്യം. എന്താ മോനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവരിപ്പോൾ അങ്ങനെ ഫോണും പിടിച്ചിട്ടൊന്നും നടക്കില്ലല്ലോ. പിന്നെ വിജയേട്ടനും അങ്ങനെ തന്നെ, ഞാൻ എടുക്കുക, നിങ്ങൾ ഫോണ് പിടിക്കുമോ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വിജയേട്ടനും അങ്ങനെയൊന്നും താല്പര്യമില്ല. എന്നാലും നല്ല സ്വഭാവമുള്ളപ്പോൾ എല്ലാവരും നല്ലതിൽ ആകും. അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി മാത്രമാണ് ഇപ്പോൾ ഇതിൽ മെനക്കെട്ട് ഇരിക്കണത്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ചേരം ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴും യൂണിഫോമൊക്കെ ഞാൻ ഇരുന്നത് വെട്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാനിതിൻ്റെ ഇടയിൽ ഷോർട്സ് ഇട്ടു. അങ്ങനെ തയ്ക്കലൊക്കെ ഇനി നാളെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വെട്ടിയിട്ട് നാളെ ഷോപ്പിൽ പോയിട്ട് പിന്നെ അടിക്കലേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാം ഇനിയിപ്പോൾ എന്താ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഓണം വരണം. ഓണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടിപൊളി പരിപാടികളുണ്ട് കേട്ടോ. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല. ഞങ്ങളുടെ തുമ്പി പറയൽ, തുമ്പി തുള്ളൽ, എല്ലാവരും ഇരുന്ന് തന്നെ തുള്ളിട്ടോ ഞങ്ങളൊക്കെ. അതൊക്കെ ഞാൻ വീഡിയോ ഓണ സമയത്ത് അവിടെ കളി ഇതൊക്കെ ഉണ്ടാവും. തറവാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. കുറച്ച് ആൾക്കാർ കാണാൻ വരും. പിന്നെ ഒരാൾ നടുവിലിരിക്കും, എന്നിട്ട് തോർത്തുമുണ്ടൊക്കെ തലയിൽ വെച്ചിട്ടിരിക്കും. എന്നിട്ട് അവർ ഞങ്ങളൊക്കെ പാട്ട് പാടും. പിന്നെ അവരിങ്ങനെ തുള്ളും, അങ്ങനെ ഓടും, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ ഞാൻ ഓണ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ചക്കപ്പേരി വേവിക്കാൻ വേണ്ടി, ചക്കപ്പേരി കുക്കറിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ സാധാ പോലെ വെളുത്തുള്ളി നടന്നില്ല കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, ഉണക്കമുളകൊക്കെ കൂട്ടിയിട്ട് എണ്ണയിൽ വഴറ്റി. പക്ഷേ എരിവ് കുറച്ച് അധികം വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൊണ്ട് ഇട്ടിട്ടോ. 1 സ്പൂൺ മുളക് പൊടി കൊണ്ട് ഇട്ടിട്ടാണ് ഞാൻ ഒന്നും കൂടി വഴറ്റിയത്. അപ്പോൾ നല്ലോണം മൂപ്പിച്ചു, കുറച്ചൊരു കറുപ്പ് വരണ പോലെ മൂപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ ചക്കയിൽ നല്ല എരിവും വേണ്ട വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ വെക്കാമെന്ന് അറിയില്ല. ഇതൊക്കെ തന്നെ കൂട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പേരിയാണല്ലോ വെക്കണത്. അപ്പോൾ എന്തായാലും ചെറിയ ഉള്ളി, ഉണക്കമുളക്, വെളുത്തുള്ളി, കറിവേപ്പില തന്നെ ഇടുണ്ടാവുള്ളൂ വിചാരിക്കുന്നു കേട്ടോ. എനിക്കറിയില്ല. നാളികേരം ചേർക്കും. ഞാൻ നാളികേരം ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാറ്റിലും നാളികേരം ചെറിയിട്ട് ഒരു സുഖമില്ലല്ലോ. നാളികേരം ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ചക്കക്കുരു ഞങ്ങൾ മുഴുവനായിട്ട് ചക്കക്കുരു ഒരു 10 എണ്ണം ഞങ്ങൾ എണ്ണിയിട്ട് അതിലിട്ടുണ്ടായിരുന്നു. ആ 10 എണ്ണം കണ്ടുപിടിക്കുകയാണ്. അതിൽ 4 എണ്ണം 3 എണ്ണമൊക്കെ കിട്ടിയിട്ടോ. എന്തായാലും അതിൻ്റെ അടിയിലുണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് വേറെ വെക്കണം. കാരണം അച്ഛൻ്റെ നിന്ന് ചിലപ്പോൾ ചീത്തയേക്കും. പൂണ്ടി കളയാതെ എന്തിനാണ് ചക്കക്കുരു ഇട്ടിറക്കണത്, അത് തൊലി കളയാനുള്ള സമയം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വഴക്ക് പറയും. അതുകൊണ്ട് അച്ഛനെ കൊടുക്കുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചക്കപ്പേരി സൂപ്പറായിട്ടുണ്ട് കേട്ടോ.
കഴിക്കാൻ പോണേ ഉള്ളൂ, അതിന് സമയമായിട്ടില്ല. അപ്പോഴേക്കും അമ്മ പിന്നെ വെറുതെ ഇരിക്കില്ല, എന്തേലും പണികൾ ഇതാ വിറക് ഉണക്കാൻ വെച്ചിരിക്കുന്നു. വെയിൽ കാണുമ്പോഴേക്കും അമ്മ പുറത്തേക്ക് ചാടി. പിന്നെ അതാ നാളികേരം പൊതിക്കണം, നാളേക്കുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ അമ്മയുടെ ഡ്യൂട്ടിയൊക്കെ അമ്മ കഴിക്കണം കേട്ടോ. ഞാൻ അടുക്കള പണിയാണ് ചെയ്യുക, അമ്മ നന്നാക്കുക, ഞാൻ വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് പണി. അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ഉപ്പേരി ഞാൻ ഇലയിലൊക്കെ വിളമ്പി വെച്ചിട്ടു, അതൊരു രസമല്ലേ. ഇപ്പോൾ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇലയിലൊക്കെ വിളമ്പി വെച്ചു, ചായയൊക്കെ പാത്രത്തിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കണതും കൂടി വീഡിയോ ഇട്ടാൽ നമുക്ക് വീഡിയോ അവസാനിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഇവിടെ മുന്നിൽ ഒന്നും കൂടി വരാൻ പറഞ്ഞു. കുറച്ച് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി, അതേപോലെ കുങ്കുമൊക്കെ ഇട്ട് ചെറിയൊരു പൗഡറും കൊണ്ട് വെറുതെ ഒരു ചന്ദനമല്ല വെറുതെ ചാലിച്ചു. ഞാൻ അധികം പൊട്ടിടാറില്ല കേട്ടോ. എന്നിട്ട് കുട്ടികളൊക്കെ എപ്പോഴും പറയും, ഷായി ചേച്ചി പൊട്ട് തൊടില്ല, എപ്പോഴും കുങ്കുമം മാത്രമേ ഇടുള്ളൂ പറയും. അപ്പോൾ അങ്ങനെ പൊട്ടും അങ്ങനെ തൊടാറില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ കുറച്ച് മേക്കപ്പ് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതേപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് 250 വരെ എത്താറായിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ 250 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, സബ്സ്ക്രൈബർ. അപ്പോൾ അവരൊക്കെ ഒന്ന് ബാക്കടിച്ച് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ, നാളെ വരാം കേട്ടോ.